ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:16 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എമ്മാവുസിൻ്റെ അനുഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ വചനത്തെ നമുക്കൊന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. ഈശോയെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇടത്തു നിന്നും സ്വാർത്ഥതയുടെയും സുഖത്തിൻ്റെയും എമ്മാവോസ് എന്ന സ്ഥലത്തേക്ക് മാറിയ ഓരോ വ്യക്തിയുടെയും ജീവിതം പഠിപ്പിക്കുന്ന വിചാരങ്ങൾ, ഈ വചനം നൽകുന്ന ആത്മീയ ചൈതന്യം ഞങ്ങൾക്ക് വേണ്ടിയും കൃത്യതയോടെ പകർന്നേകണമേ. നല്ല തമ്പുരാനെ, ഞങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമാകുന്ന ഈ ഭാവത്തെ തിരിച്ചറിയാൻ കൃപയേകണേ. പ്രാർത്ഥിക്കണേ. ആത്മാവിനാൽ നിറയ്ക്കണേ. അമ്മേ, കൂടെ ഉണ്ടാവണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്ന തികച്ചും വ്യത്യാസപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് ഈ എമ്മാവൂസ് അനുഭവത്തിലെ വചനം നമ്മെ കൂട്ടിക്കൊണ്ടു പോവുക. 3 കൊല്ലം കൂടെ നടന്നവനെ നിഴൽ കൊണ്ടുപോലും അറിയാൻ തക്ക വിധമുള്ള ആഴമുള്ള ബന്ധങ്ങളിൽ എത്തേണ്ടവർ അവനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമല്ല, അപരിചിതനിണങ്ങുന്ന സകല സവിശേഷതകളോടും കൂടെയാണ് അവനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇതൊരു വല്ലാത്ത ഭാവം തന്നെയാണ്. കാലം ഇന്ന് ഈ അടുപ്പങ്ങളെയൊക്കെ അതിവേഗത്തിൽ ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ കൃത്യമായൊരു സൂചനയാണ്. മാധ്യമങ്ങളിലും പ്രിയപ്പെട്ടവർക്കിടയിലുമൊക്കെ ഏറെ ചർച്ചയാകുന്ന പുതിയ കാലത്തിൻ്റെ പല വാർത്തകളും ഈ ചിന്തകളെ വല്ലാണ്ട് ബലപ്പെടുത്തുന്നത്. വളർത്തി വലുതാക്കി സ്വന്തമെന്നു കരുതിയ ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളെയും കരുതലോടെ കാത്തുപരിപാലിച്ച മാതാപിതാക്കളെ അറിയില്ലെന്നൊക്കെ പറയാൻ തക്ക വിധം അവരോട് അകലങ്ങൾ പാലിക്കുന്നത് ഒരു മനഃശാഞ്ചല്യവും കൂടാതെയാണ് എന്നത് വിളിച്ചു പറയുമ്പം കടന്നു പോകുന്ന ഒരു മാനസിക വൈകാരിക പ്രത്യേകത കൂടെ ഈ വചനപ്പുറകിൽ സ്വർഗം ചേർത്ത് വച്ചിട്ടുണ്ട്. 2 മനോഭാവങ്ങളാണ് ജെറുസലേമും എമ്മാവൂസും. ഒരുപക്ഷെ ജീവിതത്തിൽ എടുക്കാൻ പാടില്ലാത്തൊരു തീരുമാനമെടുത്തവൻ്റെ, കുതറിമാറിയവൻ്റെ, തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാനായിട്ടുള്ള ഓട്ടത്തിനിടയിൽ ഏറെ നഷ്ടങ്ങളുടെ അഗാധങ്ങളിലെത്തിയവൻ്റെ, എന്നും ഓർമ്മയിൽ ഒരു ഭാരമായിട്ടും നൊമ്പരമായിട്ടും മാത്രം ശേഷിക്കുന്ന ഒന്നിലേക്ക് എത്തിയതിൻ്റെ ആകത്തുകയുടെ പേരാണ് ഈ ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള യാത്രയുടെ അനുഭവം. ഇവിടെ വളരെ കൃത്യതയോടുകൂടിയിട്ട് നാം അറിയേണ്ടതും പഠിക്കേണ്ടതും ഹൃദയത്തിൽ കുറിക്കേണ്ടതുമായ 2 പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഒന്നാമത്തേത്, ക്രിസ്തു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നഷ്ടമായി. നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയ്ക്കടുത്ത് ക്രിസ്തുവിനെ കാണാനും അറിയാനും അനുഭവിക്കാനും ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളെയും വെറുതെ കേട്ടറിയുക മാത്രമല്ല, കണ്ടറിയുക മാത്രമല്ല, കൃത്യതയോട് കൂടിയിട്ട് ഉള്ളിൽ പേരണം. അതുകൊണ്ട് തന്നെ ഈശോ കൃത്യമായിട്ട് പറയും, ഉപമകളൊക്കെ പറഞ്ഞിട്ടും അതിനെ രഹസ്യത്തിൽ അവർക്ക് അതിൻ്റെ ആഴങ്ങളെ ഓർമ്മപ്പെടുത്തലുകളായിട്ട് പങ്കുവച്ചിരുന്നു. പുതിയ കാലത്തിൻ്റെ ഒരു പഠനത്തോട് ബന്ധപ്പെടുത്തിയിട്ട്, കുഞ്ഞുങ്ങളുടെ പരിശീലനത്തോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, 40,000-45,000 രൂപ വിലയുള്ള ഒരു എഡ്യൂക്കേഷൻ കിറ്റാണ് കുഞ്ഞിന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ പ്രായത്തിനും ബുദ്ധിക്കും വളർച്ചയ്ക്കും ഉതകുന്ന വിധത്തിൽ ഓരോ കാര്യത്തെയും കണ്ടും കേട്ടും തൊട്ടും അനുഭവിക്കാൻ, ഇന്ദ്രിയബദ്ധമായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കാൻ തക്ക വിധമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കളറും കാര്യങ്ങളും ചേർത്ത ഒരു കിറ്റ്. കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. LKG പഠിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് 45,000 രൂപ വിലയുള്ളൊരു കിറ്റ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയാണ് അത്ഭുതത്തിൻ്റെ വിസ്മയങ്ങളുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നത് അത്രേ. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലെ ഇടർച്ചയെക്കുറിച്ച് പറയുമ്പം അവൻ ഈ ക്രിസ്തു ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ നേർക്കാഴ്ചകൾക്കൊക്കെ അവൻ്റെ കണ്ണ് മൂടപ്പെട്ടതായിട്ടും ഹൃദയം മന്ദീഭവിച്ചതായിട്ടും ഒക്കെ മാറി എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശശുദ്ധി അവൻ മറന്നുപോയി.
മീൻ പിടിച്ചുകൊണ്ട് വല കഴുകിക്കൊണ്ടിരുന്നവൻ്റെയൊക്കെ ജീവിതത്തെ ചേർത്ത് പിടിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞത് മറ്റൊന്നും ആയിരുന്നില്ല, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൻ്റെ പരിശീലനക്കളരിയുടെ ഓരോ ഇടങ്ങളിലും ജെറുസലേമിലേക്കാണ് യാത്രയെന്നും അവിടെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ വലിയൊരു സാധ്യത ഒരുക്കിയിട്ടുണ്ടോ എന്നുമൊക്കെ, നീ അനാഥനായിട്ടിരിക്കേണ്ടി വരില്ല, സഹായകനെ അയക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇതെല്ലാം ജീവിതത്തിൻ്റെ നിയോഗശുദ്ധിയെ കൃത്യമാക്കുന്ന തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നിട്ട് കൂടെ ശിഷ്യരതെല്ലാം വിസ്മരിച്ചിട്ട് അവൻ്റെ സുഖം തേടി, അവൻ്റെ വഴി തേടി, അവൻ്റെ ഇഷ്ടം തേടി യാത്ര പുറപ്പെടുന്നത് ഈ എമ്മാവൂസ് അനുഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം എമ്മാവൂസ് നൽകുന്ന ചില പാഠങ്ങളെ, അതിലൂടെ ക്രിസ്തു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചൈതന്യത്തെ നമ്മളൊന്ന് മനസ്സിൽ കുറിക്കേണ്ടത്. എമ്മാവൂസിൻ്റെ പാഠങ്ങളെക്കുറിച്ച് ഒന്നാമത്തെ പാഠം വ്യർത്ഥമായ സംഭാഷണങ്ങളാണ്. മൗനം സാധ്യമല്ലാത്ത വിധം, നിശബ്ദതയ്ക്കിടമില്ലാത്ത വിധം നമ്മൾ ഇന്നെല്ലാവരും വാചാലരാണ്. ഒരുപക്ഷെ വാക്കുകൊണ്ട് സംസാരിക്കുന്നില്ലെങ്കിലും സംസാരം ഇന്ന് ചാറ്റിങ്ങിലൂടെയൊക്കെ മാറിയിരിക്കുകയാണ്. ആർക്കാണ് ഒരല്പനേരമെങ്കിലും ഈ ഉപകരണത്തിൻ്റെ സഹായമില്ലാതെ ശാന്തമായിട്ടൊന്ന് കണ്ണും പൂട്ടി ഇരിക്കാൻ പറ്റുക? വിദ്യാലയമൊക്കെ തുറന്നപ്പം അധ്യാപകർ പറയുന്ന സങ്കടം അങ്ങനെയാണ്. ഒരൊറ്റ എണ്ണം മര്യാദയ്ക്ക് ഇരിക്കില്ല, ഒരൊറ്റ എണ്ണം മടുത്തു. ഒരു 10 മിനിറ്റ് പോലും സ്വസ്ഥതയോടുകൂടെ ഇട്ട് ഇരിക്കാനാവാത്ത വിധം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെ വ്യർത്ഥ വഴികളിലേക്ക് വഴിമാറി എന്ന് മനസ്സിലാക്കണം. എഫെസസ് ലേഖനം 4:29 നമ്മോടിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. പറയപ്പെടുന്ന പാഴ്വാക്കിന് പോലും കണക്ക് പറയേണ്ടതായി വരുമെന്നുള്ളത് മറവിയിൽ സൂക്ഷിക്കാതെ ഓർമ്മയിൽ കരുതലോടെ നമുക്ക് സൂക്ഷിക്കാം. രണ്ടാമത്തേത്, അന്ധത ബാധിച്ചിരിക്കണം. അന്ധത ബാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൺമുൻപിൽ കഴിയുന്നവൻ്റെ ജീവിതത്തെ കാണാൻ കഴിയാത്ത വിധം, ഏറെ അടുപ്പമുള്ളവനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധന്മാർക്കുള്ള അസാമാന്യ സിദ്ധിയൊക്കെ ഉണ്ട്. ഒരധ്യാപകനെ എനിക്കറിയാം, ഒരു 20 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചു കടന്നുപോയ കുഞ്ഞുങ്ങളുടെ സ്വരം കൊണ്ട് ഏത് വർഷമാണ് പഠിച്ചതെന്നും എത്ര A+ കിട്ടിയെന്നുമൊക്കെ പറയാൻ കഴിവുള്ള അസാമാന്യ സിദ്ധിയുള്ള അധ്യാപകൻ. അഥവാ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വെറുതെ ആ കയ്യേലൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നീ 2010, 2011 SSLC പാസ്സായ D ഡിവിഷനിലെ ഇന്നയാളല്ലേ എന്നൊക്കെ ചോദിക്കുക. അത്രയ്ക്കു വെട്ടമുള്ള കാലത്ത് ജീവിക്കേണ്ടവനാണ് ശിഷ്യനെങ്കിൽ അവന് സംഭവിച്ചത് അന്ധത ബാധിച്ചു. മൂന്നാമത്തേത്, ഈ മുഖഭാവത്തിനകത്തുണ്ടായിരിക്കേണ്ട പ്രസാദം നഷ്ടപ്പെട്ടു. ഇന്ന് സന്തോഷമുള്ള മുഖങ്ങളെ തേടി നമ്മൾ അലയേണ്ട ഗതികേടില്ല. തൃപ്തിയുള്ള ജീവിതങ്ങളെ കണ്ടുമുട്ടുന്നതിൽ നമുക്കിന്ന് കുറവ് വന്നിരിക്കുക. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ യാത്രക്കിടയിലൊക്കെ ചുമ്മാ ഒരു നോട്ടം എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ പോലും അപരിചിതർ ഇരിക്കുന്ന ഭാവത്തോട് കൂടിയിട്ട് ചിലപ്പോൾ 2 പേരും ഫോണിലും, ചിലപ്പോൾ 2 പേരും യാതൊരു തട്ടിക്കൊണ്ടു പോകുന്നവർക്കരികിലിരിക്കുന്ന ഭാവത്തോടു കൂടിയും ഒക്കെ കടന്നു പോകുമ്പം ഈ മുഖഭാവത്തിൻ്റെ മാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സ്വാധീനമാണ്, അടയാളമാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ നമ്മുടെ പൂർവികർ പങ്കുവെച്ചത് ഓർമ്മയില്ലേ? അതുകൊണ്ട് പ്രഭാഷകൻ 13:25 പറയും, ഹൃദയത്തിൻ്റെ നന്മയിലും തിന്മയിലും ചേർന്നാണ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് മുഖഭാവം ഇരിക്കുന്നത്. ശിഷ്യൻ്റെ അകക്കാമ്പിൽ ഇങ്ങനെ എവിടെയൊക്കെയോ ഈ നന്മയുടെ അവശേഷിപ്പുകൾ കൈമോശം വന്നപ്പം അവൻ്റെ മുഖഭാവത്തിനുണ്ടായ ഭാവമാറ്റം അത് മ്ലാനവദനമായി എന്നതാണ്. അതാണ് എമ്മാവൂസിൻ്റെ അനുഭവം നൽകുന്ന മറ്റൊരു പാഠം. ഇനി നാലാമതൊന്ന്, നഷ്ടസ്വപ്നങ്ങളെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ഒരു പരിദേവനം. ഈ പുതിയ കാലത്തിൻ്റെ ഒരു സങ്കടം, നഷ്ടപ്പെട്ടു പോയതിനെ നഷ്ടപ്പെട്ടുവെന്ന ബ്രാൻഡിൽ തന്നെ മാറ്റി നിർത്താൻ പറ്റണം. തിരിച്ചെടുക്കാനാവാത്തതും തിരികെ പിടിക്കാനാവാത്തതുമൊക്കെ എന്തേ നമുക്കൊന്ന് അകലത്തിൽ ഒന്ന് ബ്രാൻഡ് ചെയ്ത് മാറ്റാൻ പറ്റണില്ല? പിന്നെയും തന്നെയും ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഒരു സഹോദരി എന്നോട് ആവർത്തിച്ച് പറഞ്ഞൊരു സങ്കടം അവിടെ ഉണ്ട്. പണ്ടെപ്പോഴോ ജീവിത പങ്കാളി വാങ്ങിയ ഒരു സ്ഥലം നമുക്ക് ഗുണകരമാകില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 25 ആണ്ടുകൾക്കപ്പുറവും
ഞാനിന്ന് ഇവിടെ ഒന്നും നിൽക്കേണ്ടയാളല്ല, ഇതിലും ഉന്നതങ്ങളിലെത്തിയേനെ, നീ അന്ന് എൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയിട്ട. എത്ര കൃത്യതയോട് കൂടിയിട്ട് ഈ മനുഷ്യൻ ആ പഴങ്കഥയെ, ഒരിക്കലും ഗുണപരമാകില്ലെന്നുള്ള പഴങ്കഥയെ നെഞ്ചിലിങ്ങനെ കൊണ്ടു നടക്കണം. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നഷ്ടപ്പെട്ടു പോയതും വൃഥാവിലായതുമൊക്കെ മടക്കിയെടുക്കാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ലെന്ന അവബോധത്തിലേക്ക് എത്താൻ കഴിയണം. എമ്മവസ് പഠിപ്പിക്കുന്ന 5-ാമത്തെ പാഠം ഹൃദയത്തിൻ്റെ മന്ദതയാണ്. ശരീരത്തിൻ്റെയല്ല, ഹൃദയത്തിൻ്റെ മന്ദത ഏറെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. ശരീരത്തിൻ്റെ മന്ദതയെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്ത് ഉണർത്തിയെടുക്കാം. ഹൃദയത്തിൻ്റെ മന്ദതയെ വ്യക്തിയുടെ നിഷ്ഠയുള്ള നിലപാട് കൊണ്ടല്ലാതെ നമുക്ക് മടക്കിയെടുക്കാനാവില്ല. ഹൃദയം മന്ദീഭവിക്കുക എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഈ ഉദ്ദേശത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നുമൊക്കെ ഏറെ അകലത്തിലേക്ക് മാറിയതിൻ്റെ ഒരു കൃത്യസൂചനയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ക്രിസ്തു ഹൃദയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഹൃദയാന്തരാളത്തിലൊക്കെ നല്ല നന്മകളെ, നനുനനുത്ത അനുഭവങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. ഇല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം അപകടകരമായിട്ട് മാറും. ഈ ഉത്ഥാനം കഴിഞ്ഞുള്ള നാളുകളിലൊക്കെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം അതാണ്. എമ്മാവൂസിൻ്റെ പാഠങ്ങളിൽ നിന്നും നാം ജീവിതത്തിൽ ചില ബോധ്യങ്ങളെ ഉൾക്കൊണ്ടിട്ട്, ജെറുസലേം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന് നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപിടി ഓർമ്മപ്പെടുത്തലുകൾ, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നേരിൽ കാണാനും ക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ എൻ്റേതായിട്ട് പകർത്താനും എൻ്റെ ഉദ്ദേശത്തെയും എൻ്റെ ജീവിതയാത്രയെയും കുറേയും കൂടെ ക്രമപ്പെടുത്താനും കഴിയുന്ന ഒന്നായിട്ട് ഞാൻ മാറാനും എന്നെ മാറ്റാനും സന്നദ്ധമാകുന്നില്ലെങ്കിൽ അപകടകരമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ബിന്ദു എന്നു പേരുള്ളൊരു സഹോദരിയുടെ ജീവിതക്കുറിപ്പ്. സഹോദരി എന്നോട് പറയുക, അച്ഛാ, ഒറ്റയ്ക്കു ജീവിതത്തിൽ വിജയം ഭരിക്കാൻ കഴിയുന്ന സമ്പത്തും സാധ്യതകളുമൊക്കെ എനിക്കിന്നുണ്ട്. വിദേശത്താണ് തൊഴിൽ. ജീവിത പങ്കാളിയോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു ലോകത്തിൻ്റെ കണ്ണിൽ പറഞ്ഞാൽ ഒരു ജെറുസലേം അനുഭവം, സഹനത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ ഒരു ജെറുസലേം അനുഭവം. ഈ ജെറുസലേം അനുഭവത്തിലൂടെ കടന്നുപോയിട്ട് പലയാവർത്തി എന്നോട് ബോധപൂർവകമായിട്ട് ഈ ജീവിത പങ്കാളിയിൽ നിന്നും അകലം പാലിക്കാൻ ഡിവോഴ്സിൻ്റെ വഴികൾ തേടിയാലോ എന്നൊക്കെ ചോദിക്കും. പ്രാർത്ഥനയ്ക്കൊടുവിൽ തമ്പുരാൻ പറയണത് മുഴുവനും ഇവർ വ്യതിരക്തമായിട്ട് യാത്ര ചെയ്യേണ്ടവരല്ല, ഒരുമിച്ച് പ്രയാണം ചെയ്യേണ്ടവർ. ഇത് ആവർത്തിച്ച് പറയും. പിന്നെയും ശക്തി പ്രാപിച്ച് യാത്ര മുൻപോട്ട് പോകും. സങ്കടമേറുമ്പം പഴയ ഓർമ്മകളുമായിട്ട്, വേർപെടുത്തലിൻ്റെ ചിന്തകളുമായിട്ട് കടന്നു വരും. ഒടുവിൽ ഈ നാളിലൊരു പരീക്ഷയോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഒരു തരത്തിലും പഠിക്കാൻ സാഹചര്യം വീട്ടിൽ അനുകൂലമായിട്ടില്ല. ജീവിത പങ്കാളി എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയും, ഓ നിനക്കൊരു പാവയുടെ ബുദ്ധി പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തിട്ട് എന്തുമാത്രം ഞാനിതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് സാധ്യമല്ലാത്ത വിധം എന്നെ വല്ലാണ്ട് ഞെരുക്കുകയാണ്. എങ്കിലും ഞാൻ തമ്പുരാൻ്റെ കൃപയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പരീക്ഷ എഴുതുകയാണ്. റിസൾട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞാ, ഒരുപാട് പേരെഴുതിയ പരീക്ഷയിൽ 45 വയസ്സ് പ്രായമുള്ള ഞാൻ വിജയിച്ചു എന്നത് ജീവിത പങ്കാളിക്ക് പോലും ഒരു വലിയ വിസ്മയമായി മാറിയിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇതാ, ഈ ജെറുസലേം അനുഭവങ്ങളെ ഉപേക്ഷിച്ച് എമ്മാവൂസിൻ്റെ ഇഷ്ടാനുഭവത്തിലേക്കും നല്ല സുഖമുള്ള ഇടങ്ങളിലേക്കും നമ്മളൊന്നും മാറിക്കഴിയുമ്പം സംഭവിക്കുന്ന അപകടം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല. താൽക്കാലികമായിട്ട് നമുക്ക് അവിടെ ഒരു സുഖം കിട്ടിയാലും ആത്യന്തികമായിട്ടൊരു വിജയം അസാധ്യമായിട്ട് മാറും. എന്നോട് തന്നെ ഈ സഹോദരി അവസാനം പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് എത്രയോ സത്യമായിരുന്നു. ഞാൻ ആ താൽക്കാലികമായിട്ടുള്ള സുഖം തേടിയിട്ട് പങ്കാളിക്കും എനിക്കുമിടയിൽ അകലമാണ് പാലിച്ചത് എങ്കിൽ ഒരുപക്ഷെ എനിക്കിത് അനുഗ്രഹത്തിനു കാരണമാവില്ലായിരുന്നു, എനിക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാനുമാവില്ലായിരുന്നു. നമ്മളിലുണ്ട് ഒരു ജെറുസലേം മനസ്സും ഒരു എമ്മാവൂസ് മനോഭാവവും. നമ്മൾ നന്നായിട്ട് പരിശോധിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ രക്ഷയായി മാറാനായിട്ടു ദൈവമൊരുക്കിയ പദ്ധതികളെ മുഴുവനും ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു ജെറുസലേം, ഒരു അനുഗ്രഹത്തിൻ്റെ ഇടം. നമ്മൾ അവിടെ നിന്നിങ്ങനെ പതിയെ കുതറി മാറിയിട്ട് എൻ്റെ വഴികളിലേക്ക് ചുവടുമാറ്റിയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നാം എത്തിപ്പെടുന്നത് എമ്മാവൂസിലേക്കാണ് നിശ്ചയമായിട്ടും. അവിടുത്തെ
ഇടമെന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് എനിക്ക് തണുപ്പേകുന്ന സുഖം തരുന്ന ഒന്ന് മാത്രമാണ്. യൂറോപ്പിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മനുഷ്യനിങ്ങനെ അവൻ്റെ ശരീരത്തിനോടും ആരോഗ്യത്തോടുമൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് വല്ലാണ്ട് ഓട്ടത്തിലും വ്യഗ്രതയിലുമാണ്, വല്ലാണ്ട് വ്യഗ്രതയില്ല. ഇത്രയെല്ലാം പരിശ്രമിച്ചിട്ടും കോവിഡും മറ്റു പല സാംക്രമിക രോഗങ്ങളും നൽകിയ കൃത്യമായ സൂചനകൾ കൂടെ നമ്മളൊന്ന് വായിച്ചെടുക്കാനായിട്ട് മടി കാണിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം എന്നിലെ ജെറുസലേം അനുഭവത്തെ. ഇന്ന് സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങ് തിരഞ്ഞതല്ലോ ആയുസ് പോക്കുന്നു ഹതാശ്രിതങ്ങൾ. നമ്മുടെ ജീവിതം അതിങ്ങനെ സുഖത്തെ ചുറ്റിപ്പറ്റിയ ഒരു കറക്കത്തിലാണ്. അവിടെയാണ് ഈ ജെറുസലേം നമ്മെ വിളിക്കണത്. നീ നിൻ്റെ ജീവിതത്തിൽ ഏത് ജീവിതാന്തസ്സും എടുത്ത് നോക്കി, അവിടെ ഈ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളെ, സുഖങ്ങളെ, ചില താല്പര്യങ്ങളെ ബലികഴിച്ചവരാണ് അത്ഭുതത്തിൻ്റെ മനുഷ്യരായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്. നമുക്കും ഒരു വിളിയുണ്ട്, നമുക്കും ഒരു കർമ്മമുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ടും നാം ഒരു ധർമ്മത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത്തരമൊരു അനുഭവത്തിലേക്കും നിലപാടിലേക്കും. എമ്മൗസ് നമ്മെ മാടി വിളിക്കുന്ന ഇടമാണ്. ജെറുസലേം നമ്മെ അങ്ങനെ മാടി വിളിക്കില്ല, ചേർന്ന് നിന്നാൽ അനുഗ്രഹമേകുന്ന ഇട. അവസാനിപ്പിക്കും മുമ്പേ മാതാപിതാക്കൾക്ക് കണ്ണീരായിട്ട് കടന്നുപോയൊരു മകളെക്കുറിച്ച് അപ്പൻ എന്നോട് പറഞ്ഞത്, അവൾ ഇന്ന് സംതൃപ്തിയിലായിരിക്കാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ അവൾ പോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പം അവൾക്കും കൂട്ടുകാർക്കും ഉണ്ടാകുന്ന ആനന്ദം എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങളിപ്പോഴും ദോശക്കല്ലിൽ കിടക്കുന്ന അപ്പത്തിൻ്റെ പരുവത്തിലാണ്. ഞങ്ങളുടെ പുറം വല്ലാണ്ട് പൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതം വല്ലാതെ നീറുന്നു. ഞങ്ങൾക്ക് തുടർ യാത്രയ്ക്ക് കരുത്തില്ലാത്ത വിധം, ഒന്നിനുമാവാത്ത വിധം തളരുന്നു. ഈ ജെറുസലേം അനുഭവത്തെ രക്ഷാകരമാക്കാൻ അവരെ ഓർമ്മപ്പെടുത്തി. അതിനായി നമുക്കും ആഗ്രഹിക്കാം, ഈ നിലപാടിലേക്ക് മാറാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. ഈശോയെ, ഞങ്ങളുടെ ജീവിതം കുതറിമാറിയതും വഴിതെറ്റിയതും ചുവടുമാറിയതുമൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. വല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടങ്ങളെ തേടിയിട്ടുണ്ട്. താൽക്കാലിക സങ്കേതങ്ങളിൽ അഭയം ഗമിച്ചിട്ടുണ്ട്. എന്നാൽ എമ്മാവൂസ് ഞങ്ങളോട് പറയുന്നുണ്ട്, ഈ അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കുണ്ടാകുന്നത് അന്ധത ബാധിച്ച കണ്ണുകളും ജീവിതത്തിൽ അനുഗ്രഹീതമല്ലാത്ത വഴികളും പഴയതിൽ കുടുങ്ങപ്പെട്ട ജീവിതവും ഹൃദയത്തിൽ നന്മയില്ലാത്ത അനുഭവങ്ങളുമൊക്കെയാണ്. ആത്യന്തികമായിട്ട് അവിടം ഞങ്ങൾക്ക് സുഖമേകില്ല. ഞങ്ങളായിരിക്കാൻ സ്വപ്നം കണ്ട ഇടങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ കൃപ തോന്നണമേ. അമ്മയെ പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.